ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ? ഇന്നത്തെ വീഡിയോയിൽ RD അഥവാ RG റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എന്താണ്? റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എന്നാൽ കുറഞ്ഞ വരുമാനമുള്ളവർക്ക് കുറഞ്ഞ തുകയിൽ ക്രമേണ വലിയ തുക സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സ്കീം. അതായത് മാസ വരുമാനം കുറവുള്ളവർക്ക് മിനിമം 100 രൂപ മുതൽ തുടങ്ങി 10,000 രൂപ വരെയുള്ള ക്രമത്തിൽ പ്രതിമാസ നിക്ഷേപമായി സ്വരൂപിച്ച് വലിയ തുക സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സ്കീമാണ് RD അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് നിക്ഷേപിക്കേണ്ടതെന്ന് നോക്കാം. റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ പ്രതിമാസമായോ 3 മാസത്തിൽ ഒരിക്കലോ 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് 1000 രൂപയുടെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് നിക്ഷേപിക്കുന്ന വ്യക്തി 3 മാസത്തിലൊരിക്കൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 3000 രൂപയായും 6 മാസത്തിലൊരിക്കൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 6000 രൂപയായും വർഷത്തിലൊരിക്കൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 12,000 രൂപയായിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. പ്രതിമാസം നിക്ഷേപിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായ മാർഗം. ഓക്കെ, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ എത്ര തുക മുതൽ നിക്ഷേപിക്കാമെന്ന് നോക്കാം. ഓരോരുത്തരുടെ വരുമാനം അനുസരിച്ച് 100 രൂപ മുതൽ അതിന് മുകളിലോട്ട് നമുക്ക് നമ്മുടെ നിക്ഷേപത്തുക നിശ്ചയിക്കാവുന്നതാണ്. പോസ്റ്റ് ഓഫീസ് പോലെയുള്ള സംരംഭങ്ങളിൽ മിനിമം 250 രൂപ മുതലായിരിക്കും നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ 100 മുതൽ 10,000 വരെ നിങ്ങൾക്ക് പ്രതിമാസം നിക്ഷേപിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുടെ കാലാവധി എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് നോക്കാം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ 1 മുതൽ 7 വർഷം വരെ, അതായത് 1 മുതൽ 84 മാസം വരെയാണ് RDയുടെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസുകളിൽ 1 മുതൽ 21 വർഷം വരെയാണ് RDയുടെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ കേന്ദ്ര രജിസ്ട്രാറിൻ്റെ കീഴിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പലിശ നിരക്ക് 1 മുതൽ 56 വയസ്സ് വരെയുള്ള പുരുഷന്മാർക്ക് 11%, സ്ത്രീകൾക്ക് 11.5% പലിശ ലഭ്യമാണ്. എന്നാൽ സീനിയർ സിറ്റിസൺ ആയിരിക്കുന്ന പുരുഷന് 12%, സീനിയർ സിറ്റിസൺ ആയിരിക്കുന്ന ഫീമെയിൽ ആണെങ്കിൽ 12.5% പലിശ ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപിച്ചിരിക്കുന്ന RDകൾക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് 12% ലഭിച്ചാൽ
1 മുതൽ 7 വർഷം വരെ നിക്ഷേപിച്ചിരിക്കുന്ന ആടുകൾക്ക് ലഭിക്കുന്ന തുക, ഉദാഹരണം 1000 രൂപ പ്രതിമാസം നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 84 മാസം വരെ നിക്ഷേപിക്കുമ്പോൾ 85-ാമത്തെ മാസം 1,30,000 രൂപയോളം പിൻവലിക്കാൻ സാധിക്കും. 10,000 രൂപ പ്രതിമാസം നിക്ഷേപിക്കുന്ന ഒരു വ്യക്തിക്ക് 85-ാമത്തെ മാസം 13 ലക്ഷം രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് 1 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് 84 മാസം വരെയുള്ള RD പ്രതിമാസം 1000 രൂപ നിരക്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് 8 വയസ്സ് പൂർത്തിയാകുമ്പോൾ ആ കുട്ടിയുടെ പേരിലുള്ള സമ്പാദ്യം 1,30,000 രൂപയായിരിക്കും. മറ്റൊരു തരത്തിൽ ഇതേ 1,30,000 രൂപ 12% പലിശ ലഭിക്കുന്ന സ്ഥിര നിക്ഷേപങ്ങൾക്ക് അതേ ബാങ്കിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതേ ബാങ്കിൽ തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റുകയാണ് എങ്കിൽ 12% ലഭിക്കുന്ന 1,30,000 രൂപയ്ക്ക് വീണ്ടും 1000 രൂപയുടെ RD അതേ കുട്ടിയുടെ പേരിൽ നിങ്ങൾക്ക് 7 വർഷത്തേക്ക് നിക്ഷേപിക്കാൻ കഴിയും. ചുരുക്കത്തിൽ 3 തവണ 7-7-7 3 തവണ നിങ്ങൾ നിക്ഷേപിക്കുകയാണ് എങ്കിൽ 21 വയസ്സെത്തുന്ന ആ കുട്ടിക്ക്, അതേ കുട്ടിക്ക് നല്ലൊരു സമ്പാദ്യം കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കോ മാരേജ് പർപ്പസിനായിട്ടോ നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കും. റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് CRCS അഥവാ സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. ഇനി റെക്കറിംഗ് ഡെപ്പോസിറ്റ് പോലുള്ള നിക്ഷേപങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിക്ഷേപം പറഞ്ഞിരിക്കുന്ന കാലാവധി അവസാനിക്കുന്ന മാസത്തിൽ യാതൊരുവിധ ഈടോ ഡോക്യുമെൻസുകളോ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ഗുണം. മറ്റൊന്ന്, മറ്റ് ഇതര ചിട്ടി സ്ഥാപനങ്ങളിൽ ഉള്ളതുപോലെ കിഴിവില്ലാതെ അടച്ച തുകയും അതിൻ്റെ പലിശയും മുഴുവൻ തുകയായിട്ട് പിൻവലിക്കാൻ സാധിക്കും എന്നുള്ളതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റുകളുടെ ഏറ്റവും ഉത്തമമായ ഗുണം. മറ്റൊന്ന്, മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിക്ഷേപിക്കുന്ന റെക്കറിംഗ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ ഒരു വിഹിതം അത്യാവശ്യ ഘട്ടങ്ങളിൽ ലോണായി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ സംശയങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്.